CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള 3 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ISLലെ 11ാം സീസണിലേക്ക് വേണ്ടിയുള്ള സൈനിങ്ങുകളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻപത്തെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം പറഞ്ഞ കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന്റെ കരാറുമായി അനുബന്ധിച്ചുള്ള മറ്റൊരു അപ്ഡേറ്റുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. നമുക്കറിയാം, നിലവിൽ ISLലെ എല്ലാ ക്ലബ്ബുകളും അടുത്ത ISLന്റെ 11ാം സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും അവരുടെ ടീമിലേക്ക് ഒരുപാട് താരങ്ങളെ എത്തിക്കുവാൻ നിലവിൽ ശ്രമിക്കുന്നുമുണ്ട്. നിലവിൽ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത ISLന്റെ 11ാം സീസണിലേക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരുപാട് പൊസിഷനുകളിലേക്ക് ഒരുപാട് താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ്. ഏതായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ KBFC എക്സ്ട്രാ എന്നൊരു ട്വിറ്റർ അക്കൗണ്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അടുത്ത ISLന്റെ 11ാമത്തെ സീസണിലേക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ സെന്റർ ബാക്ക് പൊസിഷനും കൂടാതെ തന്നെ സെന്റർ മിഡ്ഫീൽഡ് പൊസിഷനും ഇതുകൂടാതെ തന്നെ വിങ്ങിലേക്കും കൂടാതെ തന്നെ ഗോൾ കീപ്പറെയും ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. കൂടാതെ തന്നെ ഈ ഒരു സ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ സൂപ്പർ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചുകൊണ്ട് അടുത്ത ISLലേക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അവരുടെ ടീം വളരെയധികം ശക്തിപ്പെടുത്താനാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അവരുടെ പുതിയ ഹെഡ് കോച്ചിനെ സൈൻ ചെയ്തതിനു ശേഷം ഒരുപാട് സൈനിങ്ങുകൾ ഉണ്ടാവും എന്നുള്ളത്. ഇനി ഏതായാലും രണ്ടാമത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുമ്പത്തെ ഹെഡ് കോച്ച് ആയിരുന്ന ഇവാൻ വുക്കോമാനോവിച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ എല്ലാവരെയും തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും ഇവാൻ വുക്കോമാനോവിച്ച് എന്ന പരിശീലകൻ വേർപിരിഞ്ഞ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആശാനെ പുറത്താക്കിയ നടപടിയിൽ ആരാധകർ മാനേജ്മെന്റിനെതിരെ വിമർശനവുമായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആശാൻ ക്ലബ്ബ് വിട്ടിട്ടും ആശാന്റെ വിഷയത്തിൽ ഒരു പ്രതികരണവും ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു വൈകാരിക കുറിപ്പുമായി ഇവാൻ വുക്കോമാനോവിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് ആശാൻ ഈ ഒരു വൈകാരികമായ യാത്ര പറച്ചിൽ നടത്തിയിട്ടുള്ളത്. ഇത് കുറച്ച് മുമ്പത്തെ അപ്ഡേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അധികം ലാഗ് ഒന്നുമില്ലാതെ നമുക്ക് നേരെ ആശാന്റെ വാക്കോടിയിലേക്ക് കടക്കാം. താൻ ക്ലബിനോടും കേരളത്തോടും യാത്ര പറയുന്നില്ല, അതിന് തനിക്കാവുകയുമില്ല. ഞങ്ങളുടെ പാതയിൽ ഇനിയും കൂട്ടുമുട്ടുമെന്നും വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമെന്നും ഇവാൻ വുക്കോമാനോവിച്ച് ആ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. പരിശീലക വേഷത്തിൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സിൽ തിരിച്ചെത്തുമെന്ന ചെറിയൊരു സൂചനയോ പ്രത്യാക്ഷയോ ആയിരിക്കാം ആശാൻ ഈ ഒരു വരികളിലൂടെ ഉദ്ദേശിച്ചത്. കേരളത്തിൽ ജനങ്ങൾ ഇവിടം എനിക്കൊരു വീട് പോലെ ആയിരുന്നു എന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ പോലെ ഒരു ആരാധകരും ലോകത്തെവിടെയും ഉണ്ടാവില്ല എന്നും ആശാൻ ഈ ഒരു നീണ്ട കുറിപ്പിൽ പറയുന്നുണ്ട്. ഇനി ഏതായാലും മൂന്നാമത്തെ ഒരു വാർത്ത എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം KBFC എക്സ്ട്രാ എന്നൊരു എക്സ് അക്കൗണ്ട് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മുമ്പ് നൽകിയ ഓഫർ തിരിച്ചെടുത്തതായാണ് അവർ പറയുന്നത്. മറിച്ച് അവനെ ടീമിൽ അഥവാ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിനെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വളരെ നല്ലൊരു ഓഫർ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ അഥവാ ഈ ഒരു താരത്തിന്റെ മുൻപോട്ട് വെച്ചതായിട്ടാണ് KBFC എക്സ്ട്രാ എന്ന ഒരു എക്സ് അക്കൗണ്ട് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഏത് വിധേനയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ദിമിത്രിയോസിനെ ടീമിൽ നിലനിർത്താൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. ഏതായാലും അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.